ചപ്പാത്തിയും വെജിറ്റബിൾ മസാലക്കറിയുമാണ് പാറു ഉണ്ടാക്കിയത്. അതിനുശേഷം പാറു തൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു എല്ലാം വിശദമായി പറഞ്ഞു. എല്ലാവരെയും നിശ്ചയത്തിന് ക്ഷണിച്ചു. അപ്പോൾ അവർക്ക് ചെറുക്കൻ്റെ ഫോട്ടോ കാണണം. ഫോട്ടോ ഇല്ലാത്തതിനാൽ ഇവിടെ വരുമ്പോൾ നേരിട്ട് കാണാമെന്ന് അവൾ പറഞ്ഞു. അന്ന് രാവിലെ തന്നെ എല്ലാവരും എത്തുമെന്ന് അറിയിച്ചു. ശേഷം അവൾ കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വന്നു. അരമണിക്കൂറിനുള്ളിൽ അവൾ ഫുഡ് വിളമ്പി. എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി ഉമ്മറത്തിരുന്നു. പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. അപ്പോഴേക്കും പാറു കിച്ചണിൽ ജോലികളൊക്കെ ഒതുക്കിയിരുന്നു. ചർച്ചയിൽ ആകാശ് മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ആദി ചോദിച്ചു, എന്തേ ആങ്ങളയ്ക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഇനി എന്ത് പറയാനാ? എല്ലാം തീരുമാനിച്ചില്ലേ? വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. ആ, എൻ്റെ പെങ്ങളുടെ വിധി. എല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. ആകാശ് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആദി പല്ലു കടിച്ചു. എനിക്കെന്താടാ കുഴപ്പം? എനിക്കെന്താ കുറവുള്ളത്? ആദി ദേഷ്യത്തോടെ ചോദിച്ചു. കുറവൊന്നുമില്ല, എല്ലാം കൂടുതലല്ലേ ഉള്ളൂ, അതല്ലേ കുഴപ്പം? ആദി പല്ലു കടിച്ചുകൊണ്ട് ആകാശിനെ നോക്കി. ഇത് കണ്ട് ആകാശ് പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ ചാടി പിടഞ്ഞു എഴുന്നേറ്റത് കണ്ട് മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലായില്ല. എനിക്ക് ഒരു ഭാഗത്ത് അടങ്ങിയിരുന്ന് ശീലമില്ല. ഇവൻ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ സമ്മതിക്കാറില്ല. എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചു എനിക്കത് ശീലമായി. ആകാശ് ആദിയെ നോക്കി പറഞ്ഞു. ആദി ശരിയാക്കി തരാമെന്ന മട്ടിൽ തലകുലുക്കി. അത് നിസ്സാരമാക്കിക്കൊണ്ട് ആകാശ് പുറത്തേക്കിറങ്ങി. മുറ്റത്തൂടെ 2 ചാൽ നടന്നു. പിന്നെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നടന്നു. അപ്പോഴേക്കും പാറു അങ്ങോട്ടെത്തി. ആകാശേട്ടൻ എന്തേ അവിടുന്ന് പോന്നത്? അവൾ ചോദിച്ചു. പെങ്ങളുടെ ഈ നല്ല മനസ്സിന് നന്ദി പറയാൻ ഒരവസരം തേടി നടക്കുകയായിരുന്നു ഞാൻ ഇതുവരെ. അതെങ്ങനെയാ? നിന്റെ പിന്നാലെ എപ്പോഴും ആ കാലൻ ഉണ്ടാവുമല്ലോ. ആകാശ് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചു. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. അവന് ഒരു ജീവിതം കൊടുക്കാൻ തോന്നിയല്ലോ, അതിന് നന്ദി. ആരുമില്ലാത്തതാണ് അവന്. അവൻ വല്ല അവിവേകവും കാണിക്കാതിരിക്കാനും ഒന്നും അവൻ ഓർക്കാതിരിക്കാനും ആണ് ഞാൻ അവനെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെങ്ങൾക്ക് ഒന്നും തോന്നല്ലേ. പിന്നെ എൻ്റെ ആദി നല്ല ആളാണ്. അവൻ ഇതുവരെ ഒരു പെൺകുട്ടിയുടെയും മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്നെ കണ്ടപ്പോൾ മാത്രമാണ് അവൻ്റെ മനസ്സിളകിയത്. നിങ്ങൾ 2 പേരുമാണ് ചേരേണ്ടത്. ഇതുവരെയുള്ളത് എല്ലാം മറന്നുകള. ഇനി അവനെ മാത്രം ഓർത്താൽ മതി. ഓക്കെ, ആകാശ് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആദി അങ്ങോട്ട് വന്നു. എന്താ ഒരു ഗൂഢാലോചന? ആദി ചോദിച്ചു. ഞാൻ എൻ്റെ പെങ്ങളോട് രക്ഷപ്പെടാൻ വേണ്ടി പറയുകയായിരുന്നു. നിശ്ചയം നടന്നാൽ പിന്നെ കഴിയില്ലല്ലോ. ഇത് ലാസ്റ്റ് ചാൻസാണ്. പെങ്ങൾ മറുപടി പറയുമ്പോഴേക്കും നീ വന്നില്ലേ. നീ എന്തിനാ എപ്പോഴും അവളുടെ പിന്നാലെ നടക്കുന്നത്? ഞാൻ അവളുടെ മനസ്സ് മാറ്റുമെന്ന പേടി കൊണ്ടാണോ? ആകാശ് ചോദിച്ചു. എടാ, ആദി അവനെ പിടിക്കാൻ കൈ നീട്ടിയെങ്കിലും ആകാശ് ഓടി. പിന്നാലെ ആദിയും. പാറുവിന് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. മനുഷ്യനെ നാണം കെടുത്തുന്നത് അവൻ്റെ സ്ഥിരം പരിപാടിയാ. വേണ്ടാന്ന് വെക്കുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയേ അടങ്ങൂ. ആദി പറഞ്ഞുകൊണ്ട് ആകാശിനെ പിടികൂടി കുനിച്ചു നിർത്തി പുറം നോക്കി ഒന്ന് കൊടുത്തു. രണ്ടാളും നല്ലവണ്ണം കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഉമ്മറത്തു ചർച്ച കഴിഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും മുന്നിൽ ആകാശും പിന്നിൽ ആദിയും അങ്ങോട്ട് വന്നു. പെങ്ങളെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആ കാലമാടൻ ഓടിച്ചിട്ട് കഴിച്ചതൊക്കെ ആവിയായിപ്പോയി. വിശക്കുന്നു, ആകാശ് വയറു തടവിക്കൊണ്ട് പറഞ്ഞു. പാറു കിച്ചണിൽ പോയി ബാക്കിയുള്ള ചപ്പാത്തിയും കറിയും ചൂടാക്കി കൊണ്ടുവന്നു. ഊണുമുറിയിലെത്തുമ്പോഴേക്കും ആകാശ് കൈ കഴുകി ഇരുന്നു കഴിഞ്ഞിരുന്നു. ആദി ഫ്രിഡ്ജ് തുറന്നു ഒരു ബോട്ടിൽ തണുത്ത വെള്ളം വായിലേക്ക് കമഴ്ത്തി. പാറു അപ്പോൾ തന്നെ പഴുത്ത കൈതച്ചക്ക തൊലി ചെത്തി കളഞ്ഞു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കൊണ്ടുവന്നു. അനന്തമൂർത്തിയും യമുനയും ഓരോ കഷ്ണങ്ങളെടുത്തു. ആദി 4-5 കഷ്ണങ്ങളെടുത്തു വായിലിട്ടു. ആകാശ് പറഞ്ഞ പോലെ കഴിച്ചതൊക്കെ ആവിയായി പോയിരുന്നു. പിന്നെയും കഴിക്കാൻ അവൻ്റെ അഭിമാനം സമ്മതിച്ചില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് പാറു കൈതച്ചക്ക മുറിച്ചു കൊണ്ടുവന്നത്. ആകാശ് ഒന്നും ബാക്കി വയ്ക്കാതെ കഴിച്ചു എഴുന്നേറ്റു. ഏമ്പക്കവും വിട്ട് ആദിയുടെ അടുത്തെത്തി. ആദി അവനെ ശ്രദ്ധിച്ചതേയില്ല. അളിയോ, എന്തേ ഇങ്ങനെ ഗ്ലൂമിയായിരിക്കുന്നേ? ആകാശ് ചോദിച്ചു. ആരാടാ നിൻ്റെ അളിയൻ?
ഐ ആം യുവർ ബോസ്, യു നോ ദാറ്റ്. ആദി ദേഷ്യത്തോടെ ചോദിച്ചു. നേരത്തെ പാറുവിൻ്റെ മുന്നിൽ വെച്ച് കളിയാക്കിയതിൻ്റെ ദേഷ്യം ആദിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അവളെന്തു കരുതി കാണും? എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കൊണ്ട് കുരുക്കിടാൻ പോകുന്നവൻ എൻ്റെ അളിയനല്ലേ അല്ലേ അങ്കിളെ? ആകാശ് മൂർത്തിയോട് ചോദിച്ചു. മൂർത്തി ചിരിച്ചുകൊണ്ട് സമ്മതഭാവത്തിൽ തലകുലുക്കി. ആദി അത് ശ്രദ്ധിക്കാത്ത ഭാവത്തിലിരുന്നു. സൈറ്റിലെത്തട്ടെ, കാണിച്ചു തരാം, ആദി ആകാശിന് മാത്രം കേൾക്കാൻ മുരണ്ടുകൊണ്ട് പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ, ആദി മുഖവുരയോടെ തുടങ്ങി. പറയൂ, മൂർത്തി പറഞ്ഞു. പറമ്പ് വെട്ടിത്തെളിക്കാൻ നാളെ കൂടി ആളുണ്ടാവും. ആ കൂടെ ചെറിയൊരു കുഴി കൂടി എടുത്തു വച്ചാൽ മറ്റന്നാൾ ഫുഡ് കഴിഞ്ഞു വേസ്റ്റൊക്കെ അതിലിട്ട് മൂടാമായിരുന്നു, ആദി പറഞ്ഞു. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യാം, മൂർത്തി സമ്മതിച്ചു. ആകാശ് തല ചരിച്ചു ആദിയെ നോക്കി. തനിക്കിട്ട് വരുന്ന ഉന്നമാണോ ഇതും ഞാൻ ചെയ്യേണ്ടി വരുമോ? ആകാശിന് സംശയം തോന്നി. അവൻ മെല്ലെ അവിടെ നിന്ന് വലിഞ്ഞു. ആദി റൂമിലെത്തുമ്പോൾ ആകാശ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. അവന് തീരുമാനങ്ങൾ അറിയാഞ്ഞിട്ട് ഉറക്കം കിട്ടുന്നില്ല. ആദി വന്ന് കിടന്നപ്പോൾ ആകാശ് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? എന്ത് കാര്യം? ആദി തിരിച്ചു ചോദിച്ചു. അല്ല, ആ കുഴിയുടെ കാര്യം. അത് ആരെക്കൊണ്ടാ കുത്തിക്കുന്നത്? ആ പണിക്കാരെ കൊണ്ട് കുഴിപ്പിച്ചാൽ പോരെ? എന്തേ, നിനക്ക് കുഴിക്കണോ? ആദി ചോദിച്ചു. ഞാൻ ഇവിടെ പണിയെടുക്കുന്നത് എൻ്റെ പെങ്ങൾക്കിഷ്ടമല്ല. അവൾ എന്നോട് പറഞ്ഞു, ആകാശേട്ടൻ ഇവിടെ വെറുതെ ഇരുന്നാൽ മതിയെന്ന്, പണിയൊന്നും ചെയ്യേണ്ടെന്ന്. ആകാശ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? എന്നാൽ അതൊന്ന് ചോദിക്കണമല്ലോ. ആദി എഴുന്നേൽക്കാൻ ഭാവിച്ചു. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ അവളിപ്പോൾ കിടന്നിട്ടുണ്ടാവും. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ആകാശ് ആദിയുടെ നേരെ തിരിഞ്ഞു കിടന്നു ചോദിച്ചു. അത് തീരെയില്ല, നിന്നെ എനിക്കറിഞ്ഞൂടെ? ആദി പറഞ്ഞു. എന്നാ നിന്റെ മാനേജർ സ്ഥാനം ഞാൻ രാജിവെച്ചു. ഞാൻ എൻ്റെ പാറുവിൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ജോലി നോക്കിക്കോളാം, ആകാശ് പറഞ്ഞു. ആ, നോക്കിക്കോ, എനിക്കത്രയും സമാധാനം. ഒരു റെസിഗ്നേഷൻ ലെറ്റർ തന്നേക്ക്. ഓക്കെ, ഞാൻ സ്വീകരിച്ചോളാം, ആദി പറഞ്ഞു. ഞാൻ എല്ലാം ക്ഷമിക്കുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഒരു ഓഫീസിൽ നിന്ന് പോരുമ്പോൾ ഇത്ര കാലാവധി എന്ന കണക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വരാമെന്ന് വിചാരിക്കുക. മാനേജർ സ്ഥാനത്തേക്ക് ഒരാളെ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ വർക്കും കാര്യങ്ങളും അറിയുന്ന ആൾ വേണ്ടേ? സാരമില്ല, ഞാൻ വന്നോളാം, ആകാശ് പറഞ്ഞു. വേണ്ട, നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തു. നിനക്ക് ഇനി എൻ്റെ ഓഫീസുമായി ഒരു ബന്ധവുമില്ല. ഒഫീഷ്യൽ ഡിസ്മിസൽ ലെറ്റർ ഓഫീസിലെത്തിയിട്ട് തരാം, പറഞ്ഞുകൊണ്ട് ആദി കണ്ണടച്ചു. അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ആകാശിൻ്റെ ഉറക്കം പോയിരുന്നു. അവൻ കാര്യമായി പറഞ്ഞതാണോ? ഏയ് അല്ല, ആകാശ് സ്വയം സമാധാനിച്ചു. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പാറു തൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു. ഹരിയുടെ റൂം അടച്ചിരിക്കുകയാണ്. അവൾ മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ വാതിൽ തുറന്നു. എന്നിട്ട് അച്ഛൻ്റെ കട്ടിലിരുന്നു. ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. അവൾക്ക് അച്ഛൻ്റെ സാന്നിധ്യം മനസ്സിലായി. പിന്നെ അവൾ എഴുന്നേറ്റ് മേശവലിപ്പ് തുറന്നു. അതിൽ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അവൾ അതെടുത്തു. അച്ഛന് വയ്യാതായപ്പോൾ തന്നെ ബാങ്കിൽ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശെല്ലാം പിൻവലിച്ചിരുന്നു. അച്ഛൻ്റെ നിർബന്ധം കൊണ്ട്, അച്ഛൻ്റെ ചികിത്സയ്ക്കായി. അവൾ കാശും കൊണ്ട് തിരിച്ചു തൻ്റെ റൂമിലേക്ക് പോകാൻ തിരിഞ്ഞതും വാതിൽക്കൽ ആകാശ് കട്ടിളപ്പടിയിൽ ചാരി മാറിൽ കൈകെട്ടി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എല്ലാം കണ്ടെന്നു അവൾക്ക് മനസ്സിലായി. എന്താ പെങ്ങളെ, രാത്രി ഒറ്റയ്ക്ക് ഇവിടെ? ഉറക്കമൊന്നും ഇല്ലേ? ആകാശ് ചോദിച്ചു. ഞാൻ വെറുതെ, പാറു തപ്പിത്തടഞ്ഞു. ഇതെന്താ, ക്യാഷൊക്കെ കയ്യിൽ? ഇത് ബാങ്കിൽ കൊണ്ടിട്ടൂടെ? ഇത്രയും ക്യാഷൊക്കെ വീട്ടിൽ വെക്കുന്നത് റിസ്ക്കാണ്, ആകാശ് പറഞ്ഞു. അത് ഇനി ചിലവൊക്കെ വരില്ലേ, ഇത് ആവശ്യം വരും, അതിനെടുത്തതാ, പാറു പറഞ്ഞു. ആവശ്യമുണ്ട്, അതിന് ഇതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ, നീ ഞങ്ങളെ അന്യരായിട്ടാണോ കാണുന്നത്? ആകാശ് ഗൗരവത്തോടെ ചോദിച്ചു. പിന്നെ ഇവിടെ കാശുണ്ടാവുമ്പോൾ ഇത് ചിലവാക്കിയാൽ പോരെ? എൻ്റെ അക്കൗണ്ടിലും ഉണ്ട് 50 ലക്ഷം, പാറു പറഞ്ഞു. ഞാൻ നിന്നെ പെങ്ങളേന്ന് വിളിക്കുന്നത് നിന്നെ എൻ്റെ സ്വന്തം പെങ്ങളായി കാണുന്നത് കൊണ്ടാ. എൻ്റെ പെങ്ങളുടെ നിശ്ചയവും കല്യാണവും ഞാൻ നടത്തും. പക്ഷേ അതിന് നിൻ്റെ വളർത്തച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിന്നെ അങ്ങേര് സ്വന്തം മോളായിട്ടാണ് കാണുന്നത്.
അതുകൊണ്ടാ ബിസിനസ് തിരക്കുകളൊക്കെ അവിടെ മാനേജരെ ഏൽപ്പിച്ചു നിന്റെ കൂടെ ഇവിടെ താമസിക്കുന്നത്, ആകാശ് പറഞ്ഞു. ആ സ്നേഹത്തിന് മുന്നിൽ പാറുവിൻ്റെ കണ്ണു നിറഞ്ഞു. ഇതെല്ലാം ചുമരിനപ്പുറം നിന്ന് ആദി കേൾക്കുന്നുണ്ടായിരുന്നു. അവന് ആകാശിനോടുള്ള സ്നേഹം കൂടി. ഒരു കൂടപ്പിറപ്പിനെ പോലെ അവളെ ചേർത്ത് പിടിക്കുന്നതിന്